വിവാദ പരാമർശവുമായി സമസ്തയുടെ യുവജന വിഭാഗം നേതാവ്. വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് അവഗണന തുടരുമ്പോൾ കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നാൽ തെറ്റുപറയാൻ കഴിയില്ല എന്ന് SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് മുണ്ടുപാറ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, എന്തായാലും വളരെ വിവാദപരമായ ഒരു പ്രസ്താവനയാണ് SYS നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. +1 സീറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള പരാമർശത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. നമ്മൾക്കറിയാം, ഈ സംഘടന SYSനെ പോലെയുള്ള സംഘടനകൾ നേരത്തെ തന്നെ കേരളത്തെ രണ്ടായി വിഭജിക്കണമെന്നുള്ള ആവശ്യം ഉയർത്തുന്നവരാണ്. പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഒരു സംസ്ഥാനം കൂടി വേണം എന്നുള്ള വാദങ്ങളൊക്കെ ഉയർത്തുന്ന സംഘടനയാണ്. ഏത് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ മുസ്തഫയുടെ ഈ പ്രസ്താവന? അരുൺ, പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലബാറിലെ +1 സീറ്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നു വരികയാണ്. ഈ ഒരു സമയത്ത് യുവജന സംഘടനകളെല്ലാം തന്നെ, വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SKSSFും +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ധർണ നടത്തിയത്. ഈ ധർണയിലായിരുന്നു വിവാദ പരാമർശം ഉണ്ടായത്. അതിൽ സമസ്ത യുവജന വിഭാഗം നേതാവ് കൂടിയായ SYSന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയാണ് ഇത്തരമൊരു വിവാദ പരാമർശം നടത്തിയത്. കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നാൽ അത് തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ള അത്യന്തം വിവാദപരമായ ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് കടുത്ത അവഗണനയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. മലബാർ ഒരു സംസ്ഥാനമായി വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന. അവഗണന തുടരുമ്പോഴാണ് വിഘടനവാദങ്ങളിലേക്ക് ചിലർ ഇറങ്ങുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നതിനോട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. മലബാർ സംസ്ഥാനം വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നേരത്തെയും ഉയർന്നു വന്നതാണ്. ഇത്തരത്തിൽ ഒരു വിഭാഗം ആളുകൾ മലബാർ മറ്റൊരു സംസ്ഥാനമാകണം, അല്ലെങ്കിൽ കേരളത്തെ രണ്ടായി വിഭജിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇവർ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്തായാലും ഈ +1 സീറ്റ് വിഷയത്തിലും ഈ ഒരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത്. വിവിധ വിഭാഗങ്ങൾ വീതം വെക്കുന്നതിൽ സർക്കാർ നീതി കാണിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി ഇപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുകയാണ് ഈ പ്രസ്താവന. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തും വന്നിട്ടുണ്ട്. തീർച്ചയായും വളരെ വിവാദപരമായ ഒരു പ്രസ്താവനയാണ് SYS നേതാവ് മുസ്തഫ നടത്തിയിട്ടുള്ളത്. കേരളത്തെ വിഭജിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം നടന്നാൽ അതിനെ കുറ്റം പറയാനാവില്ല. +1 സീറ്റിനെ അടിസ്ഥാനമാക്കിയാണ് നേതാവിൻ്റെ ഈ പ്രസ്താവന. എന്തായാലും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് മുസ്തഫ നടത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.